സംസ്ഥാനത്തെ ഭരണരംഗത്ത് മന്ത്രിസഭ വിപുലമായ അഴിച്ചുപണി നടത്തി. അഡ്വക്കേറ്റ് സി.പി. സുധാകര പ്രസാദ് അഡ്വക്കേറ്റ് ജനറലാവും. ശ്രീ സി. ശ്രീധരൻ നായരാണ് പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. IAS തലപ്പത്തും വൻ അഴിച്ചുപണിയാണ് സർക്കാർ വരുത്തിയത്. സംസ്ഥാനത്തെ ഭരണരംഗത്ത് സുപ്രധാനമായ അഴിച്ചുപണിയാണ് ഇന്നത്തെ ക്യാബിനറ്റ് യോഗം നടപ്പിലാക്കിയത്. അഡ്വക്കേറ്റ് ജനറലായി CP സുധാകര പ്രസാദിനെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി അഡ്വക്കേറ്റ് മഞ്ചേരി ശ്രീധരൻ നായരെയും സർക്കാർ നിയമിച്ചു. CP സുധാകര പ്രസാദ് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്തും അഡ്വക്കേറ്റ് ജനറലായിരുന്നു. ഇതോടൊപ്പം IAS തലപ്പത്തും വൻ അഴിച്ചുപണിയാണ് സർക്കാർ നടപ്പിലാക്കിയത്. പൊതുഭരണ വകുപ്പ് സെക്രട്ടറിയായി ഡോക്ടർ ഉഷ ടൈറ്റസിനെ നിയമിച്ചു. KR ജ്യോതിലാലിനെ ഗതാഗത ദേവസ്വം സെക്രട്ടറിയാക്കി. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും VS സെന്തിലിനെ മാറ്റി പ്ലാനിംഗ് പരിസ്ഥിതി സെക്രട്ടറിയാക്കി. PWD സെക്രട്ടറിയായിരുന്ന APM മുഹമ്മദ് ഹനീഫാണ് പുതിയ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി. B ശ്രീനിവാസാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. രാജീവ് സദാനന്ദൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയാവും. ഡോക്ടർ V വേണു പട്ടികജാതി ടൂറിസം വകുപ്പ് സെക്രട്ടറിയാകുമ്പോൾ കേന്ദ്രത്തിൽ നിന്നും മടങ്ങിയെത്തിയ പോൾ ആന്റണിയാണ് വൈദ്യുതി വകുപ്പ് സെക്രട്ടറിയാവുക. ആശ തോമസ് സപ്ലൈകോ CMDയും രാജു നാരായണസ്വാമി കൃഷി വകുപ്പ് സെക്രട്ടറിയുമാവും. റാണി ജോർജ്, വിശ്വാസ് മേത്ത, KM അബ്രഹാം, ജെയിംസ് വർഗീസ് എന്നിവർ യഥാക്രമം സാംസ്കാരിക, റവന്യൂ, ധനകാര്യ, തുറമുഖ വകുപ്പുകളുടെ സെക്രട്ടറി സ്ഥാനത്ത് തുടരും. VK ബേബിയാണ് പുതിയ ഗ്രാമവികസന വകുപ്പ് സെക്രട്ടറി. TK ജോസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വകുപ്പിലുണ്ടാവും. ഇന്ദ്രജിത് സിംഗാണ് പുതിയ റെസിഡൻസ് കമ്മീഷണർ. PH കുര്യൻ വ്യവസായ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് തുടരും. എന്നാൽ IT വകുപ്പ് സെക്രട്ടറിയായി M ശിവശങ്കരൻ നിയമിതനാവും. ടിങ്കു ബിസ്വാൾ ജലസേചനവും, VJ കുര്യൻ സിയാൽ MDയുമാവും. മാരപാണ്ഡിനാണ് പുതിയ വനം സെക്രട്ടറി. കമലാവർദ്ധൻ റാവു ഫിനാൻസ് എക്സ്പെൻഡിച്ചറിലേക്കും ഷാജഹാൻ ന്യൂനപക്ഷ സാമൂഹ്യനീതി വകുപ്പുകളുടെയും സെക്രട്ടറിയാവും. കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തെ വിവാദ തീരുമാനങ്ങൾ പരിശോധിക്കുന്ന ക്യാബിനറ്റ് ഉപസമിതി യോഗം ചേർന്നു. വിവിധ വകുപ്പുകൾ ഈ തീരുമാനം നടപ്പിലാക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നതിനായി ചോദ്യാവലി അയച്ചു നൽകും. റിപ്പോർട്ട് അടുത്ത ക്യാബിനറ്റിൽ വെക്കാനാണ് ഉപസമിതി ആലോചിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. വേനലവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിലേക്ക് എത്തിയത്. കുട്ടികളെ വരവേൽക്കുന്നതിനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. രണ്ടായിരത്തി 16-17 അധ്യയന വർഷത്തിന് തുടക്കമായപ്പോൾ 4 ലക്ഷത്തിലധികം കുരുന്നുകളാണ് സ്കൂളുകളിൽ ആദ്യാക്ഷരത്തിന്റെ മധുരം നുകരാനായി എത്തിയത്. നവാഗതരെ സ്വീകരിക്കാനായി വിപുലമായ രീതിയിലാണ് സ്കൂളുകളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നത്. മധുരം നൽകിയും പൂക്കൾ വിതരണം ചെയ്തും അക്ഷരത്തൊപ്പി അണിയിച്ചും പായസം വിതരണം ചെയ്തും പുതിയ കുട്ടികളെ അധ്യാപകരും മുതിർന്ന കുട്ടികളും ചേർന്ന് ആനയിക്കുകയായിരുന്നു. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വേദിയായത് തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. മനോഹരമായ പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരമായിരുന്നു ഇവിടെ കുട്ടികളെ വരവേറ്റത്. മേയർ VK പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസത്തിൽ പല നിർവചനങ്ങളും കൂട്ടിച്ചേർത്ത് ഒരു നല്ല നിർവചനം എന്ന രീതിയിൽ ഞാൻ പറയാറുള്ളത് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന സാമൂഹിക പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നാണ്. ഈ സങ്കല്പം എല്ലാവരുടെയും മനസ്സിലുണ്ടായാൽ മതി. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്ത് തലങ്ങളിലും വൈവിധ്യമാർന്ന പരിപാടികൾ ഒരുക്കി പ്രവേശനോത്സവം ശ്രദ്ധേയമാക്കി. കളിയും ചിരിയും അറിവും പഠനവുമായി മറ്റൊരു അധ്യയന വർഷം കൂടി. ഇനി സ്കൂൾ മുറ്റത്ത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷനാകും. സോണിയാഗാന്ധിക്ക് ഉപദേശക പദവി നൽകും. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കി AICC ഉടൻ പുനഃസംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി ഉടൻ ചേരും. പാർട്ടിയെ നയിക്കാൻ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാളെ കൂടി കണ്ടെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ഉപാധ്യക്ഷനായ രാഹുൽ ഗാന്ധി അടുത്ത കോൺഗ്രസ് അധ്യക്ഷനാകുമെന്ന് സൂചന. സോണിയാഗാന്ധിക്ക് പകരം രാഹുൽ ഗാന്ധിക്ക് ചുമതല നൽകാൻ ഉടൻ ചേരുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം തീരുമാനിക്കും. അതിനുശേഷം AICC അംഗങ്ങളുടെ ചിന്തൻ ശിബിർ വിളിച്ച് അധ്യക്ഷനാക്കാനാണ് തീരുമാനം. പാർട്ടി ഭരിക്കുന്ന ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും അടുത്ത മാസം യോഗം ചേരും. രാഹുൽ ഗാന്ധിയോടൊപ്പം സച്ചിൻ പൈലറ്റ്, വക്താവ് രൺദീപ് സിംഗ് സുർജേവാല,
അജയ് മാക്കൻ തുടങ്ങിയവരും നേതൃനിരയിലെത്തും. അഹമ്മദ് പട്ടേൽ അടക്കമുള്ള പഴയ വൃദ്ധ നേതൃത്വങ്ങളെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി വിശദമായ പുനഃസംഘടനയുണ്ടാകും. അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ നയിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലായിരിക്കും. ഇവിടങ്ങളിൽ സ്ഥിതി മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അതേസമയം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പും കേരളമടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയെ നയിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. എല്ലാ സ്ഥലത്തും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിനെതിരെ ദിഗ്വിജയ് സിംഗ് അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. വയസ്സുകാരന്റെ നിലയ്ക്കാത്ത ഛർദിക്ക് കാരണം കണ്ടെത്താനാകാതെ വൈദ്യശാസ്ത്രം. കാസർഗോഡ് വിദ്യാനഗറിലെ മുഹമ്മദ് സിനാനാണ് കഴിഞ്ഞ 2.5 വർഷമായി നിരന്തരം ഛർദിച്ചുകൊണ്ടിരിക്കുന്നത്. ചികിത്സാ ചെലവ് താങ്ങാനാവാതെ സിനാന്റെ കുടുംബം ദാരിദ്ര്യത്തിലായിരിക്കുകയാണ്. കാസർകോട്ടെയും മംഗലാപുരത്തെയും ആശുപത്രികളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കഴിഞ്ഞ 2.5 വർഷമായി ചികിത്സ തേടുകയാണ് വിദ്യാനഗർ കോപ്പയിലെ അമീദിന്റെ 4ാമത്തെ മകൻ 7 വയസ്സുകാരനായ മുഹമ്മദ് സിനാൻ. നിലയ്ക്കാത്ത ഛർദി സിനാനെ മാത്രമല്ല അവന്റെ ദരിദ്ര കുടുംബത്തെയും പാടെ തളർത്തിയിരിക്കുന്നു. മാസത്തിൽ 2 ആഴ്ചയെങ്കിലും സിനാൻ നിലയ്ക്കാത്ത ഛർദിയെ തുടർന്ന് ആശുപത്രിയിലാണെന്ന് പിതാവ് ഹമീദ് പറഞ്ഞു. മാസത്തിൽ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ തന്നെ. ഛർദി തുടങ്ങിയവന് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റില്ല. 10-12 ദിവസം വെറും വെള്ളം കുടിക്കും, ഛർദിക്കും. അപ്പൊ ഇത് എന്തെന്ന് അറിയുന്നില്ല. മംഗലാപുരം കൊണ്ടുപോയി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എല്ലാ ടെസ്റ്റും ചെയ്ത് അവർ പറയുന്ന അസുഖമായിട്ടൊന്നും കാണുന്നില്ല. വികലാംഗനായ ഹമീദ് തട്ടുകട നടത്തിയാണ് കുടുംബം പുലർത്തിയിരുന്നത്. ലക്ഷങ്ങളുടെ ചികിത്സാ ചെലവിനെ തുടർന്ന് കടം കയറി തട്ടുകടയും വിറ്റു. പണയപ്പെടുത്തിയ വീടും 10 സെന്റ് സ്ഥലവുമാണ് ഇനി ബാക്കിയുള്ളത്. ഗത്യന്തരമില്ലാതെ മൂത്ത 2 കുട്ടികളുടെയും സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് അവരെ കടകളിൽ ജോലിക്കയച്ചു. കുടുംബം പോറ്റാൻ മറ്റു വഴികളില്ലെന്ന് ഹമീദ് പറഞ്ഞു. മകന്റെ രോഗം മാറിക്കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഹമീദ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മുഹമ്മദ് സിനാനെ. വൈദ്യശാസ്ത്രത്തിന് മരുന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിയാത്ത രോഗത്തിന്റെ പിടിയിലാണ് 7 വയസ്സുകാരനായ മുഹമ്മദ് സിനാൻ. നിലയ്ക്കാതെ ഉള്ള ഛർദി മൂലം അവന്റെ കുടുംബവും അവന്റെ വിദ്യാഭ്യാസവും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഡോക്ടർ ഇവന്റെ രക്ഷയ്ക്കെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇവരുടെ കുടുംബം. ക്യാമറാമാൻ ഷൈജു പിലാത്രിക്കൊപ്പം സണ്ണി ജോസഫ്. പുതിയ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ ആരോഗ്യമേഖല. കഴിഞ്ഞ സർക്കാർ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതിരുന്ന പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ 50-ൽ പരം ഡോക്ടർമാരുടെ ഒഴിവുകളാണുള്ളത്. മഴക്കാലമായതോടെ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ജില്ലയിലെ ആരോഗ്യമേഖല. കഴിഞ്ഞ കുറെ കാലമായി കടുത്ത അവഗണനയിലായിരുന്നു പത്തനംതിട്ട ജില്ലയിലെ ആരോഗ്യമേഖല. കോഴഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ ആശുപത്രിയും ജില്ലയിലെ മറ്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമെല്ലാം ഇതിൽപ്പെടുന്നു. മഴക്കാലമായതോടെ പനി മുതൽ മറ്റ് പല പകർച്ചവ്യാധികളും കൂടുതലായി റിപ്പോർട്ട് ചെയ്യാറുള്ള സ്ഥലമാണ് പത്തനംതിട്ട. ഇത്തവണയും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകാനിടയില്ല. ജില്ലയിലെ ആശുപത്രികളാകട്ടെ മാലിന്യത്തിന് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നതും. നേരത്തെ ഭരണസാരഥ്യത്തിലിരുന്ന ആരും തന്നെ ജില്ലയിലെ ആരോഗ്യമേഖലയെ യാതൊരു വിധത്തിലും ശ്രദ്ധിച്ചിട്ടില്ല എന്നതുകൂടെയാണ് ഇതിന് പ്രധാന കാരണം. ഇപ്പോൾ തന്നെ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് പലർക്കും ചികിത്സ ലഭിക്കുന്നത്. മാത്രവുമല്ല പല രോഗങ്ങൾക്കും കൃത്യമായ ചികിത്സ നൽകാനുള്ള സൗകര്യങ്ങൾ ഈ ആശുപത്രികളിൽ ഇല്ലാത്തതിനാൽ പലരും ജില്ലയിലെ മറ്റ് സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലമായിട്ട് കടുത്ത അവഗണന നേരിടുന്ന പത്തനംതിട്ട ജില്ലയിലെ ആരോഗ്യമേഖല പുതുതായി ചുമതലയേറ്റ സർക്കാരിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും വിജേഷ് നടുവിൽ. വയനാട് വന്യജീവി സങ്കേതത്തിൽ നടത്തിയ തുമ്പി സർവേയിൽ 73 ഇനം തുമ്പികളെ കണ്ടെത്തി. വയനാട് വന്യജീവി സങ്കേതം, മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് 3 ദിവസങ്ങളായി സർവേ നടന്നത്. 5 പുതിയ ഇനങ്ങളെ കൂടി ഇത്തവണ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ജൈവമണ്ഡലത്തിന്റെ പാരിസ്ഥിതികാരോഗ്യ സൂചകങ്ങളാണ് ഈ ജലജന്യ ഷഡ്പദങ്ങൾ. കേരളത്തിലാകെ 154 ഇനം തുമ്പികളെയാണ് ഇതുവരെ കണ്ടെത്തിയത്. വയനാട് മേഖലയിൽ നിന്നു മാത്രം ഇതുവരെ 68 ഇനം തുമ്പികളെ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സർവേയിൽ 73 ഇനം തുമ്പികളെ കണ്ടെത്തിയെന്നത് പ്രകൃതിയിൽ നിന്നുള്ള നല്ല വാർത്തയാണ്. ഇതിൽ 13 ഇനവും പശ്ചിമഘട്ടത്തിൽ മാത്രം കണ്ടുവരുന്ന തുമ്പികളാണ്. നീലച്ചിന്നൻ, കാട്ടുവിരിച്ചിറകൻ, ചെറുവ്യാളി, മരതകരാജൻ, ചതുർവാലൻ കടുവ എന്നിവയെയാണ് വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്ന് പുതുതായി കണ്ടെത്തിയത്. 2 വർഷം മുമ്പ് 2014 ഇതേ സമയത്ത് തന്നെ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് മഴ കിട്ടിയ ഉടൻ തന്നെ ആണ് സർവേ നടക്കാറുള്ളത്.
വയനാട്ടിൽ നമ്മൾ 2014 ഇതേ സമയത്ത് ചെയ്തു. ദെൻ 2015 ആറളം വന്യജീവി സങ്കേതത്തിൽ ചെയ്തു. ഇത് തേർഡ് സർവേ ആണ്. തേർഡ് സർവേയിൽ പിന്നെ ആദ്യത്തെ സർവേയിൽ വയനാട്ടിൽ നമുക്ക് 68 സ്പീഷീസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ സർവേയിൽ 5 പുതിയ അഡീഷൻസ് വന്നു. ദാറ്റ് മീൻസ് 73 സ്പീഷീസ് ആണ് ഇപ്പോൾ ടോട്ടൽ വന്നിട്ടുള്ളത്. വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ, ബത്തേരി, തോൽപ്പെട്ടി, ചെതലയം റേഞ്ചുകളിലെ 12 ഇടങ്ങളിലായാണ് ഈ തുമ്പി വൈവിധ്യം. കല്ലൻ തുമ്പികളുടെയും സൂചിത്തുമ്പികളുടെയും പട്ടികയിലുള്ളവയാണ് ഇവയിലേറെയും. 2014 ഇതിനു മുൻപ് വയനാട്ടിൽ തുമ്പികളുടെ സർവേ നടന്നത്. അനൂപ് കെയാർ, വയനാട്.